إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് അവന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുവാനാണ്. അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഏറ്റവും ആവശ്യമായത് ആരോഗ്യം തന്നെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന അഹദൻ ലം യുഅത ബഅദൽ യഖീനി ഖൈറൻ മിനൽ ആഫിയ. ഒരാൾക്ക് ഈമാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ലഭിക്കുന്ന ഖൈറുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സൗഖ്യമാണ്, ആരോഗ്യമാണ് എന്നാണ്. കാരണം ഈമാൻ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ച് പ്രവർത്തിക്കണം. അതിന് ആരോഗ്യം അത്യാവശ്യമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ അവരുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധാലുക്കളായിരിക്കണം. രോഗങ്ങളെല്ലാം, പല വിധത്തിലുള്ള രോഗങ്ങളും പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് നാം ശ്രദ്ധാലുക്കളായിരിക്കണം. പ്രധാനമായും 3 കാര്യങ്ങളാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തത് സംരക്ഷണം തന്നെയാണ്, പ്രൊട്ടക്ഷനാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ നാമ വഫീ യദിഹി ഗമറുൻ വലം യഗ്സിൽ ഫഅസാബഹു ഷൈഉൻ ലാ യലൂമന്ന ഇല്ലാ നഫ്സഹു. ഒരാൾ കിടന്നുറങ്ങി ഭക്ഷണം കഴിച്ച് നന്നായി കൈ കഴുകിയിട്ടില്ല, അയാൾക്ക് വല്ല ജീവികളും അയാൾ ഉപദ്രവിച്ചു, അതല്ലെങ്കിൽ വല്ല രോഗവും ഉണ്ടായാൽ അയാൾ തന്നെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. എന്ന് പറഞ്ഞാൽ അവനവൻ്റെ അശ്രദ്ധ കാരണം, നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് നമുക്കൊരസുഖം വരാൻ പാടില്ല, നമുക്കൊരു രോഗം വരാൻ പാടില്ല. രാത്രിയിൽ തീരെ ഉറങ്ങാതെ എന്നും നമസ്കരിച്ച സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അങ്ങനെയായാൽ നീ രോഗിയായിത്തീരും. വ ഇന്ന ലിജസദിക അലൈക ഹഖ്ഖ. നിൻ്റെ ശരീരത്തോട് നിനക്കൊരു ബാധ്യതയുണ്ട്, ആ ബാധ്യത നീ നിർവഹിക്കണം, നിൻ്റെ ആരോഗ്യം നീ സംരക്ഷിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അപ്പോൾ ആരോഗ്യ സംരക്ഷണം ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തത്, എന്ത് അസുഖം വന്നാലും ഉടനെ ചികിത്സിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തദാവു ഇബാദല്ലാഹ് ഫഇന്നല്ലാഹ ലം യുൻസിൽ ദാഅൻ ഇല്ലാ അൻസല ലഹു ദവാഅ. അള്ളാഹുവിൻ്റെ അടിമകളെ, നിങ്ങൾ ചികിത്സിക്കണം. കാരണം ചികിത്സയില്ലാത്ത, ശിഫയില്ലാത്ത ഒരു രോഗവും അള്ളാഹു ഇറക്കിയിട്ടില്ല. അപ്പോൾ എന്തെല്ലാം രോഗങ്ങൾ അള്ളാഹു ഇറക്കിയിട്ടുണ്ടോ അതിന് ശിഫയുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തദാവൂ, ചികിത്സിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ആ ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അർറുഖിയത്തു ശർഇയ്യ, ശർഅ് അനുവദിക്കുന്ന മന്ത്രങ്ങൾ. പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ പാരായണം ചെയ്തും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ദുആകൾ ചൊല്ലിക്കൊണ്ടും സ്വന്തം ശരീരത്തിലും മറ്റുള്ളവർക്ക് രോഗമുണ്ടെങ്കിലും അവർക്ക് മന്ത്രിച്ചു കൊടുക്കുക എന്നത് ഈ ചികിത്സയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെയും വൈകുന്നേരവുമെല്ലാം തുടർച്ചയായി പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ, ഈ ലോകത്തും പരലോകത്തും നീ എനിക്ക് ആഫിയത്ത് നൽകണമേ, ആരോഗ്യവും സൗഖ്യവും നൽകണമേ എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ മുആഫാത്ത്.
അള്ളാഹുവേ ഞാൻ നിന്നോട് സൗഖ്യം തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ വആഫിനി ഫീ ബസരി വആഫിനി ഫീ ജസദി. അള്ളാഹുവേ എൻ്റെ ശരീരത്തിലും എൻ്റെ കണ്ണിനും എൻ്റെ കാഴ്ചക്കും എൻ്റെ കാതുകൾക്കുമെല്ലാം നീ സൗഖ്യം നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മൾ പ്രൊട്ടക്ഷൻ സ്വീകരിക്കുന്നവരാവണം. രണ്ടാമത്തത്, രോഗം വന്നാൽ ചികിത്സിക്കണം. മൂന്നാമത്തത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എങ്കിൽ ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ജീവിതം നമുക്ക് പ്രദാനം ചെയ്യും. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ നിഅമത്തുകളിൽ വെച്ച് അള്ളാഹു ഏറ്റവും ആദ്യം ഒരടിമയെ ചോദ്യം ചെയ്യുന്നത്, പല വിഷയങ്ങളിലും ചോദ്യമുണ്ടാകും, പക്ഷേ നിഅമത്തുകളിൽ വെച്ച് ഏറ്റവും ആദ്യം അള്ളാഹു ചോദിക്കുന്ന ചോദ്യം, അലം നുസിഹ്ഹ ലക ജിസ്മക്, നിനക്ക് ഞാൻ ആരോഗ്യം നൽകിയില്ലേ എന്നാണ്. ഏറ്റവും നല്ല ഘടനയോടുകൂടിയാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആരോഗ്യം ഏറ്റവും വലിയ നിഅമത്താണ്. ഇതിനെക്കുറിച്ചാണ് ഒന്നാമത് ചോദ്യമുണ്ടാവുക നിഅമത്തുകളിൽ വെച്ച് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അന്നേ ദിവസം നിഅമത്തുകളെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനം ആരോഗ്യത്തെ സംബന്ധിച്ചായിരിക്കുമെന്നാണ്. അതുകൊണ്ട് ആരോഗ്യം എന്നത് വളരെ വലിയ നിഅമത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. 2 നിഅമത്തുകളെക്കുറിച്ച് അധിക ജനങ്ങളും ശ്രദ്ധിക്കാത്തവരാണ്. ഒന്ന് അസ്സിഹ, ആരോഗ്യമാണ്. മറ്റൊന്ന് അൽ ഫറാഗ്, മറ്റൊന്ന് ഒഴിവ് സമയമാണ്. അപ്പോൾ ആരോഗ്യം, അതിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്, അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് പറഞ്ഞത്. സിഹ്ഹതക ഖബ്ല സഖമിക്, നിനക്ക് രോഗം വരുന്നതിന് മുമ്പുള്ള നിൻ്റെ ആരോഗ്യം നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ ഉപയോഗപ്പെടുത്തണമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅമത്താണ് ആരോഗ്യം. ആ ആരോഗ്യത്തെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാൻ വേണ്ടിയും അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ മുഴുകുവാൻ വേണ്ടിയും നാം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുക. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إليك. اللهم وفق ولي أمرنا الشيخ خليفة بن زايد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. اللهم ارفع عنا الوباء وجميع الأمراض والأسقام يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.